CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ അരിത്ര ദാസിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒരു യങ് പ്ലെയർ തന്നെയാണ് അരിത്ര ദാസ് എന്നുള്ളത്. ഏതായാലും ഈ ഒരു താരത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ആ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഏതായാലും ആ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്ന് അരിത്ര ദാസ് ഇന്റർ കാശിയിലേക്ക് പോകുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു ഡീൽ ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മലയാളി സൂപ്പർ താരമായ രാഹുൽ KP കുറിച്ചാണ്. നമുക്കറിയാം കുറച്ചധികം തന്നെ ദിവസമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC വിടും രാഹുൽ KP എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നു. ഏതായാലും ഇത് കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. രാഹുൽ KP ഈ ഒരു സീസൺ അഥവാ അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ കാണാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. ഏതായാലും ഈ ഒരു താരത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ISLലെ തന്നെ വമ്പന്മാരായ FC ഗോവ എന്ന ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് FC ആവശ്യപ്പെട്ട തുക എന്നുള്ളത് 1 കോടി രൂപയാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ തന്നെ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മൊർഗുലോയുടെ ഒരു ആരാധകൻ ചോദിക്കുകയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായ രാഹുൽ KP FC ഗോവയിലേക്ക് പോവാനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് മാർക്കസ് മൊർഗുലോവ് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് FC ഗോവയിലേക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്നാണ്. കൂടാതെ തന്നെ ട്രാൻസ്ഫർ ഫീസിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും ആ ഒരു സൈനിങ് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും അടുത്ത ISLന്റെ 11ാമത്തെ സീസണിൽ രാഹുൽ KP കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ ഉണ്ടാവില്ല എന്നത് ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ 2 സൈനിങ്ങുകളെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും ഏറ്റവും പുതിയ സൈനിങ്ങിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഡ്യൂറന്റ് കപ്പിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്ട്രൈക്കറെയും കൂടാതെ തന്നെ മിഡ്ഫീൽഡറെയും സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ആഴ്ച തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കൊൽക്കത്തയിൽ എത്തുകയും കൂടാതെ തന്നെ അവിടെ വെച്ചായിരിക്കും അവർ ഡ്യൂറന്റ് കപ്പ് മത്സരങ്ങളൊക്കെ നേരിടുക. ഏതായാലും ഈ ഒരു മത്സരത്തിന് ഇടയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സ്ട്രൈക്കറെയും മിഡ്ഫീൽഡറെയും സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കപ്പ് പോലും ഇത്രയും കാലം നേടാനാവാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ഡ്യൂറന്റ് കപ്പ് മത്സരം വളരെ ശ്രദ്ധയോട് കൂടിയേ കളിക്കുകയുള്ളൂ എന്നും കൂടാതെ തന്നെ ഡ്യൂറന്റ് കപ്പ് ഏത് വിധേനയും സ്വന്തമാക്കണം എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നോഹ സദോയ് ടീമിലേക്ക് വന്ന ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മുന്നിലുള്ള എല്ലാ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഡ്യൂറന്റ് കപ്പായാലും പ്രീ സീസൺ മത്സരങ്ങളായാലും ഒക്കെ ഞങ്ങൾ വിജയിക്കാൻ മാത്രമാണ് ഇനി ശ്രമിക്കുക എന്നൊക്കെ നോഹ സദോയ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC കിരീടം ചൂടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.